എല്ലാവർക്കും നമസ്കാരം. വരാഹി ദേവിയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ദിവസവും വിളിച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വിളിച്ചു പറയാറുമുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ലൊരു ശതമാനം ആളുകൾ ഭയത്തോടു കൂടി വിളിക്കുന്നുണ്ട്. പലർക്കും ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്കും ദേവിയെ ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ പല സ്ഥലത്തു നിന്നും ഇതിൽ വലിയ അപകടങ്ങളുണ്ട് എന്നൊക്കെ കേട്ടതുകൊണ്ട് ഒരു ഭയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ദേവിയുടെ മന്ത്രം ജപിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ദേവിയെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഭയവുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി ഭക്തർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ദേവിയുടെ അനുവാദത്തോടു കൂടി പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് വിടുകയോ വിളിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളും പുതിയ പുതിയ അറിവുകളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ഫോളോ ചെയ്ത് ഈ അറിവുകൾ നേടാവുന്നതാണ്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. വരാഹി ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടോ? ഇതാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് പല തരത്തിലായിരിക്കും ഇതിനുള്ള മറുപടി ലഭിക്കുന്നത്. കൂടുതലായിട്ടും പറയുക, വളരെ ശ്രദ്ധയോടുകൂടി ദേവിയെ ഉപാസിക്കണം, അറിഞ്ഞുപാസിക്കണം, ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ട് വേണം ദേവിയെ ആരാധിക്കാൻ എന്നൊക്കെയാണ്. ശരിയാണ്. കാരണം നമ്മൾ ഒരു ദേവതയെ ഉപാസിക്കുമ്പോൾ നമ്മൾ ആ ദേവതയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് അന്വേഷിക്കാം, നമുക്ക് അറിവ് ലഭിക്കുന്ന എല്ലായിടത്തു നിന്നും അറിവ് സ്വീകരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിവ് കിട്ടാനായിട്ട് സോഷ്യൽ മീഡിയകളെ തന്നെ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, പല സ്ഥലത്തു നിന്നും പലരും വ്യത്യസ്തങ്ങളായുള്ള കോണുകളിൽ നോക്കി കണ്ടുകൊണ്ടായിരിക്കും അവരുടെ അറിവിനെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? പലതും നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലായിരിക്കും പറയുക, പലതും അപകടകരമായിട്ടായിരിക്കും പറയുക, പലതിലും ഒരുപാട് ചിട്ടവട്ടങ്ങളും പറയും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ അറിവുകളെ ലഭിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതാണ് ഈ കാര്യങ്ങളെല്ലാം, മന്ത്രവും തന്ത്രവും എല്ലാം പഠിക്കുമ്പോൾ ഒരു ഗുരു ആവശ്യമാണ് എന്ന് പറയുന്നത്. കൃത്യമായി ഏത് മാർഗത്തിലാണ് പോകണം, അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ പോയാലാണ് നമുക്ക് ഗുണമുണ്ടാവുക എന്ന് ഈ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഗുരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നത് മനസ്സിലാവും. വാരാഹി ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നതിന് നിങ്ങൾ യാതൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. കാരണം ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. എത്രയോ ആളുകൾ ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു, അവർക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ദേവിയുടെ മാർഗത്തിലേക്ക് ഭക്തിയോടുകൂടി ചെല്ലുന്നുമുണ്ട്. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ആദ്യമേ തന്നെ അത് മനസ്സിലാക്കൂ. ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നതിന് നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഉഗ്രഭാവങ്ങൾ, ഇപ്പോൾ ഭദ്രകാളി ദേവിക്ക് ഉഗ്രഭാവമില്ലേ? കാളി ദേവിക്ക്, താരാദേവിക്ക് ഉഗ്രഭാവമില്ലേ? എത്രയെത്ര ഉഗ്രഭാവത്തിലുള്ള ദേവീഭാവങ്ങളെ നമ്മൾ ക്ഷേത്രത്തിലും അല്ലാതെയും എല്ലാം ആരാധിക്കുന്നുണ്ട്. അതുപ്രകാരം തന്നെ വരാഹി ദേവിയെ നമുക്ക് ആരാധിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. പക്ഷേ നമ്മൾ മന്ത്രസാധനയൊക്കെ ചെയ്യുമ്പോൾ ദേവിക്ക് വ്യത്യസ്ത ഭാവങ്ങളുള്ളതുകൊണ്ട്, വ്യത്യസ്ത മന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഊർജത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. എന്നുള്ളത് കൊണ്ട് മന്ത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തന്നെ പഠിക്കുക. കാരണം ഓരോ തലത്തിലും എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് ആ ഊർജത്തെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്, എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഈ മാർഗത്തിൽ മുൻപേ പോയിട്ടുള്ള ഗുരുക്കന്മാർക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷേ ഭക്തിക്ക് ഇതൊന്നും ബാധകമല്ല. നിങ്ങളെ രക്ഷിക്കുന്ന ശക്തിയായി നിങ്ങൾ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയുടെ നാമങ്ങൾ ജപിക്കാം, അമ്മയുടെ സ്തോത്രങ്ങൾ ജപിക്കാം, അമ്മയുടെ സഹസ്രനാമങ്ങൾ ജപിക്കാം. അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പണ്ട് മുതലേ ദേവിയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന വലിയ സമൂഹങ്ങളുണ്ട്. ദേവിയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന വലിയ സമൂഹങ്ങളുണ്ട്.
ഇപ്പോഴും ദേവിയെ ആരാധിക്കുന്നവർക്കൊക്കെ വളരെ നല്ല നേട്ടങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകുന്നത്. പക്ഷേ എന്താണ് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പറയണമെന്ന് വെച്ചാൽ, ഒന്ന്, ഉയർന്ന സാധനാക്രമങ്ങളിലുള്ള മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ തന്ത്ര സമ്പ്രദായത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായുള്ള ആചാരക്രമങ്ങളുണ്ട്. ദക്ഷിണം, വാമം, ദിവ്യം, കൗളം പോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സാധന നടത്തുന്നത് ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടാണ്. അവിടെ ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ഉപാസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഊർജ്ജം നമ്മൾ എങ്ങനെ സ്വീകരിക്കണം, നമ്മളിലുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം ഒരു ഗുരു വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ ഭക്തിമാർഗം അതല്ല. ദേവിയോട് നമുക്ക് ആദ്യമായി തോന്നുന്ന ആ ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഒരു അത്ഭുതം ദേവിയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു. അവിടെ നമ്മൾ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നു, ദേവിയെ സ്മരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ദേവിയെ അറിയാനും കൂടി ശ്രമിക്കുക. ഇതാണ് പ്രധാനം. നമുക്ക് ഭക്തി തോന്നി ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസം, അത് അടിയുറച്ച വിശ്വാസമായിക്കോട്ടെ. ദേവി നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിച്ചാലും ദേവി നിങ്ങളെ രക്ഷിക്കും. അത് ഭക്തി കൊണ്ടാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, സ്വാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ആർക്കും ദോഷം ചെയ്യാതിരിക്കുക, ആരെയും പറ്റി മോശം പറയാതിരിക്കുക, ഒരാളോടും വിദ്വേഷത്തിന് പോകരുത്, ഒരാളിലും വെറുപ്പുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദേവിയെ സ്മരിച്ച് ഭക്തിയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുക, ദേവീ നാമങ്ങൾ ജപിക്കുക. ദേവിയെ ഉപാസിക്കുന്നതിനൊക്കെ ഒരുപാട് രീതികളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്ന നാമങ്ങൾ ഏതാണ്, മന്ത്രങ്ങൾ ഏതാണ്, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ പൊതുവായിട്ട് നമുക്കിപ്പം ദേവിയെ ഉപാസിക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരു പ്രത്യേക മന്ത്രത്തിലൂടെ ദേവിയെ ഉപാസിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് ആ മന്ത്രം എനിക്ക് അനുയോജ്യമാണോ ജപിക്കാൻ, ആ മന്ത്രത്തിലൂടെ ദേവിയുടെ ഏത് ഭാവത്തെയാണ് ഞാൻ ഉണർത്തുന്നത്, അല്ലെങ്കിൽ ഏത് ഭാവത്തെയാണ് ഞാൻ ആ മന്ത്രത്തിലൂടെ ആരാധിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദേവിയുടെ അനുഗ്രഹം മന്ത്രസാധനയിലൂടെ കിട്ടണമെങ്കിൽ ഈ മന്ത്രം ഞാനുമായിട്ട് ചേരുമോ, എൻ്റെ ചിന്തകളുമായിട്ട് ചേരുമോ, എൻ്റെ മനസ്സുമായിട്ട് ചേരുമോ, ഒരുപാട് ഘടകങ്ങളുമായിട്ട് ചേരുമോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവവും ചിന്താഗതികളും ഉള്ളവർക്ക് വേണ്ടി വ്യത്യസ്ത ഭാവങ്ങളും മന്ത്രങ്ങളും ഋഷീശ്വരന്മാരാൽ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായതിനെ സ്വീകരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ, അതുപോലെ ആ സാധനാക്രമങ്ങളൊക്കെ ശാരീരിക മാനസികമായിട്ടുള്ള കാര്യങ്ങളെ സ്വാധീനിക്കും എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാർഗത്തിലൂടെ പോകുമ്പോൾ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ദേവിക്ക് വേണ്ടി വ്രതമെടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പ്രത്യേക ദിവസങ്ങളിൽ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു ദോഷവുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൊതുവായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു കൗതുകം അല്ലെങ്കിൽ ഒരു ആഗ്രഹം തോന്നി ദേവിയെ ഭജിക്കണം എന്നുണ്ടെങ്കിൽ ഭജിച്ചോളൂ. യാതൊന്നും പേടിക്കാനില്ല. ഭക്തിയോടുകൂടി ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുന്നത് കൊണ്ടോ ദേവിയുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല. പലരും ചോദിക്കുന്നുണ്ട്, ദേവിയുടെ ചിത്രം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഭദ്രകാളി അമ്മയുടെ ചിത്രം നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഭയപ്പെടുന്നുണ്ടോ? ഒരുപാട് പേര് അതും അപകടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യവുമില്ല. ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമ്മളവിടെ പൂജാക്രമങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. കാരണം ഇത് അറിയണമല്ലോ. നമ്മൾ എന്തെങ്കിലും കാണിക്കലല്ല, നമ്മൾ ഈശ്വരോന്മുഖമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഫോട്ടോ ശുദ്ധമായ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ, അയ്യോ ഇവിടെ വെച്ചത് ശരിയായില്ല എന്നുള്ളൊരു ഭയം നമുക്ക് വരും. എന്ത് കാര്യവും നമുക്ക് സമാധാനം കിട്ടും എന്നുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ദേവിയുടെ മന്ത്രങ്ങൾ അപകടകരമായ മന്ത്രങ്ങളൊന്നുമല്ല, അത് ഉയർന്ന സാധനാക്രമങ്ങളുള്ള മന്ത്രങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണോ നമ്മൾ ജപിക്കുന്നത് എന്ന് ഒരു അറിയുന്ന ആളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും ജപിക്കാൻ കഴിയുന്ന ഒരുപാട് നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നാം ജപിക്കുന്ന മന്ത്രം കൃത്യമായും ജപിക്കാൻ കഴിയുന്നതാണോ, നമ്മുടെ ശരീരവും സ്വഭാവവും ആയിട്ടും നമ്മുടെ ജാതകവുമായിട്ടൊക്കെ ചേരുമോ എന്നൊക്കെ ഈ മന്ത്ര ജപങ്ങളെ
നോക്കുന്ന പതിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കുകയും ചെയ്യാം. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നാമജപത്തിന് യാതൊരു നിയമവുമില്ല. പകൽ സമയത്ത് ദേവിയെ ആരാധിക്കാറില്ല. ക്ഷേത്രങ്ങളിൽ ആരാധിക്കും, പക്ഷേ ദേവിയുടെ മന്ത്രജപവും സാധനാക്രമങ്ങളിലെല്ലാം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് പകൽ സമയത്ത് രാത്രി സ്വരൂപിണിയായ ദേവിയെ പകൽ സമയത്ത് ഉപാസിക്കാറില്ല എന്ന്. മനസ്സിൽ ധ്യാനിച്ചുകൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ദേവിയുടെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്കങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ അത്. നിങ്ങൾക്ക് ഭക്തിയോടുകൂടി നിങ്ങൾ ആരാധിക്കുന്ന അമ്മയെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? പക്ഷേ രാത്രി ആണ് ദേവിയെ ഉപാസിക്കുക എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് പല നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുമ്പോൾ ഈ വിധികൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരു പൊതുവായി എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദേവിയെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു തരാം. ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയത്തോടുകൂടി ദേവിയിലേക്ക് അടുക്കാൻ സാധിക്കാതെ ഇരിക്കുന്നവർ മനസ്സിലാവുക, ശക്തി സാധനാക്രമത്തിലേക്ക് നമുക്ക് ദേവി ഉപാസനാക്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വാരാഹി ദേവിയുടെ അനുവാദം വേണം. കാരണം നിങ്ങൾക്ക് ദേവിയെ ഉപാസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദേവി നിങ്ങൾക്ക് അനുവാദവും തരുന്നുണ്ട്. നിങ്ങൾ ഉപാസിക്കുന്നത് ദേവിക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് തടയാനും ദേവിക്ക് സാധിക്കും. എല്ലാം ഭഗവതി തന്നെയാണ്, എല്ലാം അമ്മ തന്നെയാണ്. പരാശക്തി ദേവിയുടെ ദണ്ഡനീതി നടത്തുന്ന സർവ്വ സൈന്യാധിപയാണ് വരാഹി അമ്മ, വാരാഹി ദേവി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ ആ മാർഗത്തിലേക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ എപ്പോഴേ നിങ്ങളെ തടയാൻ ദേവിക്ക് സാധിക്കും. നിങ്ങൾ ഭക്തിയോടുകൂടി ദേവിയിലേക്ക് ചെല്ലുന്നത് കൊണ്ട് ദേവിക്ക് യാതൊരു തടസ്സവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അനുവദിക്കപ്പെടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടരാൻ കഴിയില്ല. പലരും കുറച്ച് ദിവസം ശ്രമിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്നവരും ഉണ്ട്. അതും തെറ്റല്ല. കാരണം നിങ്ങൾക്കൊരു കൗതുകം തോന്നി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ കൊണ്ട് നിങ്ങൾ ജപം നടത്തി, പക്ഷെ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ശരി, നിങ്ങൾ മാറിക്കോളൂ. പരീക്ഷണം നടത്തുന്നവർക്ക് അങ്ങനെയാവാം. പക്ഷേ ഭക്തി കൊണ്ട് വിശ്വാസം കൊണ്ട് ദേവിയെ ഉപാസിക്കുന്നവർ പരീക്ഷണമല്ല നടത്തുന്നത്. പരീക്ഷണം നടത്താൻ പാടില്ല. നിങ്ങൾക്കുള്ളിൽ വിശ്വാസം വേണം. എത്രയോ പേര് വിളിച്ചു പറയുന്നുണ്ടെന്നറിയോ, അവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, അവരെ കഷ്ടപ്പാടുകളിൽ വന്ന വ്യത്യാസം, കടത്തിൽ നിന്ന് രക്ഷ നേടാൻ പല സ്ഥലത്തു നിന്ന് സഹായം ലഭിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെ ഒരു സാമാന്യ വിഷയമായിട്ട് പലരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. എങ്കിൽ പോലും ദേവിയെ ഉപാസിക്കാൻ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ അവർ ആ തരത്തിൽ കാണും. അത് സത്യമാണ്. ദേവി തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് യാതൊരു മടിയുമില്ലാതെ പറയാം. കാരണം ഭക്തിക്ക് നമ്മളെ ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആർക്കും മുൻവിധികളോടുകൂടി ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ആകരുത്, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ആവരുത്. സ്വാത്വികമായിട്ടായിരിക്കണം. കാരണം ദണ്ഡനീതി നടപ്പിലാക്കുന്ന ദേവിക്ക് എപ്പോൾ വേണേലും എന്നെ ശിക്ഷിക്കാം. ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ ശിക്ഷിക്കാം എന്നുള്ള ബോധ്യം വേണം. അപ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് ചെയ്യുക. ആരെയും ദുഷിപ്പിച്ചൊന്നും പറയാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക് സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പറയുക. ദേഷ്യം ഒഴിവാക്കുക. സ്വാത്വികമായ ഒരു ജീവിതം പിന്തുടരാൻ ശ്രമിക്കുക. വിശേഷ ദിവസങ്ങളിലെല്ലാം ദേവിയെ ഭജിക്കണം. വ്രതമെടുക്കാൻ പറ്റുമ്പോഴൊക്കെ വ്രതമെടുത്ത് ഭജിച്ചോളൂ. ഒരു കുഴപ്പവുമില്ല. നാമങ്ങൾ ആവർത്തിച്ച് ജപിച്ചോളൂ. പകൽ സമയത്ത് ആരാധിക്കാൻ ഭയമുണ്ടെങ്കിൽ മാനസികമായിട്ട് ദേവിയെ സ്മരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഭക്തരാണ്. ഭക്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധം, അതായത് ദേവിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം, അത് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ മന്ത്രസാധന പൂജ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിനൊക്കെ ഒരു ഗുരുവിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നതിന് ആ പ്രശ്നമില്ല. ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം, ഇനിയും ദേവിയെ ഉപാസിക്കണം, ദേവിയെ ആരാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ടത് ചെയ്യണം. നിങ്ങളിൽ വികല്പം വരരുത്. ഭക്തി കൊണ്ട് പണ്ട് കാലം മുതലേ ദേവിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അനുഭവങ്ങളിലൂടെ ദേവിയെ തിരിച്ചറിഞ്ഞ് ഉപാസിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെങ്കിൽ ധൈര്യമായിട്ട് പോകണം. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ
നിങ്ങൾ പിന്മാറിക്കോളൂ. പക്ഷേ ഭക്തി കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ പിന്മാറ്റം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ദേവിയെ ശക്തിയായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ പിന്മാറ്റം സാധിക്കില്ല. പക്ഷെ പരീക്ഷണമായിട്ട് പോകുന്നവർക്കൊക്കെ അത് സാധിക്കും. അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടണം എന്നില്ല. പക്ഷേ ദേവിയെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ഉപാസിക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്, നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ഞങ്ങൾ തയ്യാറാണ്. ഭക്തി കൊണ്ടായിരിക്കണം നിങ്ങളുടെ ഉപാസന. നിങ്ങളുടെ ഏത് അപകടത്തിൽ നിന്നും ദേവി നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം വികല്പം പലരും സൃഷ്ടിക്കുന്നുണ്ട്, പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം, അവർ പഠിച്ചത് അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് ആരെയും കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭജിക്കാം. മറ്റൊരാളെ നിങ്ങൾ കുറ്റം പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ ക്രമത്തിലൂടെ മാത്രം കടന്നു പോയാൽ മതി. മനസ്സിലായോ? ഞാൻ സാധന ചെയ്യുന്നത് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച രീതിയിലാണെങ്കിൽ അത് തന്നെ ആവില്ല മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെയും ഭക്തിയോടുകൂടി ഭജിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യത്യസ്തരാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദേവിയെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളിൽ അതിയായ ആഗ്രഹമുണ്ടായാൽ ദേവി തന്നെ അതിനുള്ള മാർഗം നിങ്ങൾക്കുണ്ടാക്കി തരും. അല്ലാതെ എല്ലായിടത്തും വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. കാരണം വിളിച്ച് കണ്ണീരോടുകൂടി ആളുകൾ പറയുന്നുണ്ട് അവരുടെ ആ അവസ്ഥയിൽ അവർക്ക് സഹായം കിട്ടി, അത് അവർക്ക് വലിയ നേട്ടമായി മാറി, അവരുടെ ജീവിതം അവർക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയണു, ദേവിയിൽ നിങ്ങൾ ഭക്തിയോടുകൂടി ഭജിച്ചു, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആ ഗുണം കിട്ടിയത്. അതുകൊണ്ട് ഭയം വേണ്ട, അതാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ദേവിയുടെ പാദസ്മരണയോടുകൂടി ദേവിയെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ദേവി വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഭജിച്ചോളൂ. മറ്റ് കാര്യങ്ങളെ മാറ്റി നിർത്തിയേക്കും. നിങ്ങൾ ആ മാർഗത്തിൽ പോകുന്നില്ലല്ലോ. കാരണം വലിയ മാന്ത്രികരാകാനോ തന്ത്രസാധന ചെയ്യുന്നവരൊക്കെ ആവണമെങ്കിൽ ആ മാർഗത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ദേവി തന്നെ നിങ്ങൾക്ക് വഴികാട്ടി തരണം. അല്ലാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നുമല്ല ലക്ഷ്യം. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ധൈര്യം നൽകി നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ദേവിശക്തിയോട് നിങ്ങൾക്ക് ഭക്തി തോന്നും, സ്വാഭാവികം. ആ ഭക്തിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് വലിയൊരു വിഷയമൊന്നുമല്ല. ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ദേവിയെ ഭജിക്കുന്നതിനും ഭയപ്പെടേണ്ട കാര്യമില്ല. മന്ത്രസാധനയും പൂജയും എല്ലാം ചെയ്യുമ്പോൾ അറിവുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നതിന് യാതൊരു നിയമങ്ങളുമില്ല. ദേവി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ദേവിയെ ഭജിച്ചോളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ എന്തിനെക്കുറിച്ചെങ്കിലും അറിയണമെങ്കിലോ നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി. സമയം പോലെ കൃത്യമായി എല്ലാവർക്കും മറുപടി തരാൻ ശ്രമിക്കാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ.